പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ചാനലിൽ ഞാൻ അവതരിപ്പിക്കുന്ന നേര് പറഞ്ഞാൽ എന്ന പങ്ക്തിയിൽ ഒരു പുതിയ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പിന്തുണയ്ക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 11 വർഷത്തിലധികമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP ആണ്. ദേശീയ തലത്തിൽ 1/4 നൂറ്റാണ്ടിനകത്ത് വലിയ വളർച്ച നേടിയ ഒരു പാർട്ടിയാണ് BJP. ഇന്ത്യയുടെ ഹൃദയഭൂമിയിലാണ് അവർ ആദ്യം ആധിപത്യം ഉറപ്പിച്ചത്. ഇപ്പോൾ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും ദക്ഷിണേന്ത്യ BJP എന്ന പാർട്ടിക്ക് ഇപ്പോഴും ഒരു ബാലികേറ മലയായി നിലനിൽക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ ചരിത്രത്തിൽ 2 തവണ 2 ജനപ്രതിനിധികളെ ആ പാർട്ടിക്ക് കേരളത്തിൽ ലഭിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും O. രാജഗോപാൽ നിയമസഭയിലേക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും ചലച്ചിത്ര നടൻ സുരേഷ് ഗോപി ലോക്സഭയിലേക്കും വിജയിക്കുകയുണ്ടായി. ഇതല്ലാതെ കാര്യമായ ഒരു വളർച്ചയിലേക്ക് ആ പാർട്ടി ഇപ്പോഴും നീങ്ങുന്നില്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ആ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും താല്പര്യമെടുത്തുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന വൻകിട വ്യവസായിയും ടെക്നോക്രാറ്റും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണലിസ്റ്റുമായ അദ്ദേഹത്തെ കേരളത്തിൻ്റെ പ്രസിഡന്റായി നിയമിച്ചത്. അദ്ദേഹം ചുമതലയേറ്റപ്പോൾ വലിയ ആവേശത്തോടുകൂടി കേരളത്തിലെ BJPയെ ഉയരങ്ങളിൽ എത്തിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. എന്നാൽ ചുമതലയേറ്റ് 6-7 മാസം കഴിയുമ്പോൾ കേരളത്തിലെ BJP വളർച്ചയിലേക്ക് അല്ല തളർച്ചയിലേക്ക് പോകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ K. സുരേന്ദ്രൻ ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. K. സുരേന്ദ്രനും V. മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ കേരളത്തിലെ വളർച്ചയ്ക്ക് ആയുസ് മുഴുവൻ നീക്കിവെച്ച മുതിർന്ന ചില നേതാക്കളും ഒക്കെ തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ BJPക്ക് ഉള്ളത്. പാർട്ടിയുടെ സീനിയറായ നേതാക്കളെ പുതിയ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല എന്ന പരാതിയാണ് നേതാക്കന്മാർക്കുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 21,000-ലധികം വാർഡുകളിൽ 10,000-ഓളം വാർഡുകൾ തങ്ങൾ പിടിച്ചെടുക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ അവസരത്തിൽ പറഞ്ഞത്. ഇത് മാത്രമല്ല, 4 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 25 സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതെല്ലാം അദ്ദേഹം പറയുമ്പോൾ പോലും പാർട്ടിക്കകത്ത് എന്തൊക്കെയോ പുകയുന്നു എന്നത് ഒരു വസ്തുതയാണ്. ജനറൽ സെക്രട്ടറിയും പിന്നെ വൈസ് പ്രസിഡന്റും ഒക്കെയായി മാറിയിരുന്ന AN രാധാകൃഷ്ണൻ, KS രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും രാജീവ് ചന്ദ്രശേഖറുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം പ്രസിഡന്റായ ശേഷം വിളിച്ചു ചേർക്കുന്ന പാർട്ടിയുടെ ഉന്നത ഭരണസമിതി യോഗങ്ങളിൽ പലരെ മനഃപൂർവ്വമായി ഒഴിവാക്കുന്നു എന്നും ഉള്ള പരാതികൾ നിലനിൽക്കുകയാണ്. ഒരു കാര്യം ശരിയാണ്, കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ BJP എന്ന പാർട്ടിയുടെ അടിത്തറ RSS ആണ്. കേരളത്തിൽ RSSും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രവർത്തന ശൈലിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചു നിൽക്കുകയാണ്. പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന
മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെ ഏതു നേതാവ് മുമ്പോട്ട് പോയാലും അത് വിജയത്തിലെത്തുന്നതിന് സാധ്യതയില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് ഇടയിൽ ഒരു കാര്യം ഈ മുതിർന്ന നേതാക്കൾ ചെയ്തു വച്ചിട്ടുണ്ട്. കേരളത്തിൽ ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് അവസരം ഉണ്ടായാൽ ആ തെരഞ്ഞെടുപ്പിൽ എതിരായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചെടുക്കാനുള്ള ശക്തിയിലേക്ക് BJP വളർന്നിട്ടുണ്ട്. ഇനി വേണ്ടത് സ്വന്തം സ്ഥാനാർത്ഥികളെ സ്വന്തം വോട്ടിലൂടെ വിജയിപ്പിച്ചെടുക്കുക എന്ന ഒരു ദൃഢപ്രതിജ്ഞയാണ്. പക്ഷേ അത് ഉടനടി നടക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയുന്നിടത്തോളം അല്ലെങ്കിൽ മനസ്സിലാവുന്നിടത്തോളം ഒരു ഒറ്റയാൻ പോക്ക് നടക്കുകയാണ്. ഇത് രാഷ്ട്രീയത്തിന് യോജിച്ച ശൈലിയല്ല. എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും ഒരുമിപ്പിച്ചു നിർത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് ആ നേതാവ് നയിക്കുന്ന പാർട്ടി ശക്തിയിലേക്ക് നീങ്ങുക. ഇപ്പോഴത്തെ സ്ഥിതി രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകളിൽ പരിശോധിച്ചാൽ BJPയുടെ കാര്യം ദയനീയത നിറഞ്ഞതാണ്. ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് ഒന്നുകിൽ പാർട്ടിയുടെ നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടുക, വേറെന്തെങ്കിലും സംവിധാനത്തിലൂടെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കേന്ദ്ര നേതാക്കൾ തയ്യാറാവുകയാണ് വേണ്ടത്. ഇത് നടപ്പിൽ വരുത്താനുള്ള സമയം പോലും ഈ പാർട്ടിക്കെന്നല്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല എന്നതും മറ്റൊരു ഘടകമാണ്. കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം നിലവിലെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കടുംപിടുത്തവും പിടിവാശിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് BJP എന്ന കേരളത്തിലെ പാർട്ടിയെ വളർത്തിയെടുത്ത നേതാക്കന്മാരെ തോളിലേറ്റിക്കൊണ്ട് യാതൊരു മടിയും കൂടാതെ പാർട്ടി പ്രവർത്തനത്തിന് നീങ്ങിയാൽ അതിൻ്റെ ഫലം ഉണ്ടാകാനാണ് സാധ്യത.